അവർക്ക് ആകെ നഷ്ടപ്പെട്ടത്, അവർക്ക് നഷ്ടപ്പെട്ടത് എന്താന്ന് ഇങ്ങനെ കാണുമ്പോൾ അറിയത്തില്ല. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മനസ്സായിരുന്നു. മനസ്സെന്നുള്ള സാധനം നഷ്ടപ്പെട്ടാൽ ഈ ലോകത്ത് അത്ര മനുഷ്യന്മാർ മൊട്ട പൂജ്യമാണ്. അടുത്ത മൂമെന്റ് മൊട്ട പൂജ്യം. അത് വലിയ രാജാവായിരുന്നാലും പൈസ നഷ്ടപ്പെട്ട ഒന്നുമില്ല. മനസ്സ് എന്നുള്ള സാധനം അത്രയും പവർഫുൾ ആണ്. മക്കളുടെ പഠനകാര്യങ്ങളിൽ ഒരമ്മയെ പോലെ ജാഗ്രത. സ്റ്റുഡൻസ് ഇന്ത്യ 8000 കൊല്ലം പഴക്കമുള്ള ഭാഷയിൽ പറയാണ് മനമേ മാബരും ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് പിന്നെ വേറെ അർത്ഥമൊന്നുമില്ല. അത് തന്നെയാണ് അർത്ഥം. ശക്തിയാണ്, അതിന് ബുദ്ധിയില്ല. ഇത്രയും വലിയ ശക്തിയെ നിങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിയണം. ഇത്ര കാലം നമുക്ക് നമ്മുടെ ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ ശക്തിയായിട്ട് തിയേറ്ററിൽ പോയിരുന്നു. എൻ്റെ അടുത്ത് 10 വാക്ക് കാല് പറയാൻ പറയും. 10 വാക്ക് ഹിന്ദിയിൽ. തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ട് ഞാൻ തമിഴ്നാട് മിലിറ്ററി സ്കൂളിൽ പഠിച്ച് അവിടെ ഹിന്ദി ഉണ്ടായിരുന്നു. മറ്റേ സ്കൂളൊന്നും ഹിന്ദി ഇല്ല. 10 കാ പറയാൻ പറയും. എനിക്ക് പറയാൻ പറ്റില്ല. ടീച്ചർ വരും, എനിക്ക് പറയാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് എന്നെ തന്നെ വിളിക്കും. അപ്പം ഞാൻ പോയി നിന്നിട്ട് 10 കാ പറയണം. ആദ്യം അദ്ദേഹത്തിന് മുഖം നോക്കിയിട്ട് പറയും കുത്ത എന്ന് പറയും. കാരണം ഒരു സന്തോഷമല്ലേ, കാരണം എന്നെ നാണം കെടുത്താൻ വിളിച്ചിരിക്കുകയല്ലേ. അപ്പോൾ കുത്ത എന്ന് പറയും. അത് കഴിഞ്ഞാൽ കുർസി അവിടെ തന്നെ ഉണ്ട്. പിന്നെ കിതാബ് അത് ടേബിളിലുണ്ടാവും. പിന്നെ കലം, മറ്റേ കലമല്ല, ഈ പേന കലം. 4 എണ്ണം പറയും. 5ാമത്തെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് പഠിച്ചു അങ്ങനെ അവിടെ ഭയമുള്ളതുകൊണ്ട് വരത്തില്ല. ഇങ്ങനെയായിരുന്നു എൻ്റെ ഹിന്ദി. ഈ ഹിന്ദി പറയുന്നതിന് എന്നെ ഒരു ദിവസം കോയമ്പത്തൂർ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചെന്നു. അടിപൊളി സിനിമയാണ്, ബോബി. ഭയങ്കര റൊമാൻറ്റിക് മൂവിയാണ്. ആ മൂവി കാണാൻ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടാണ് പോയത്. ഹാപ്പി ആയിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ചാടി അവിടെ പോയിരുന്നു. അത് സിനിമ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കുളിക്കണം. മിലിറ്ററി സ്കൂളാണ്, കമ്പൽസറിയാണ്. അപ്പോൾ കുളിക്കാൻ കയറിയപ്പോൾ ചിലവരെ തലയിൽ വെള്ളം വീഴുമ്പോൾ ചിലവർ പാടാൻ തുടങ്ങും. വരും. അപ്പോൾ ഞാൻ കയറി പാടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാം ടബ് ഇട്ടിട്ട് എല്ലാം ആണുങ്ങൾ മാത്രമല്ലോ. അപ്പോൾ എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിർത്തി എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട്. യുവമാർ നിർത്തിയപ്പോൾ ഞാൻ നോക്കി, എന്താടാന്ന്. നീ ആ പാട്ട് മൊത്തം പാടിയിടാന്ന് പറഞ്ഞു. ഓ, എനിക്കറിയില്ലായിരുന്നു. അടുത്ത ദിവസം ഇവർ നേരെ എൻ്റെ ടീച്ചറെ അടുത്ത് പോയി. സീതാരാമൻ അയാളുടെ പേര്. പോയിട്ട് പറഞ്ഞു, സാറേ നമ്മുടെ പൊട്ടനുണ്ടല്ലോ എന്ന്. അറിയാം എന്നെ. കാരണം 10 കാ പറയാൻ അറിയാത്തൊരു പൊട്ടന്. സാറേ അവൻ ആ പാട്ട് മൊത്തം പാടി സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ നേരെ എൻ്റെ അടുത്ത് വണങ്ങി വന്ന് അടുത്ത ദിവസം ക്ലാസ്സിൽ വന്ന് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു 10 കാ പറയാനാണ്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ 10 കാ ഒന്നും പറയണ്ട, നീ ആ പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പാട്ട് പാടി. ആ പാട്ട് ഇങ്ങനെയായിരുന്നു. तो नहीं मगर ये हंसी जब से देखा मैंने तुझको मुझको शायरी आ गई. അടിപൊളി പാട്ടാണ്. അന്നാലും അയാൾ നെട്ടി. അയാൾക്ക് അറിയാത്തൊരു കാര്യം, ഞാൻ തിയേറ്ററിൽ പോയത് പഠിക്കാനല്ല. അതുകൊണ്ട് അവിടുത്തെ കാര്യം മൊത്തം പഠിച്ചു. സ്കൂളിൽ പോകുന്നത് എന്തിനാണ്? പഠിക്കാൻ. അതാണ് പറ്റാത്തത്. മക്കളുടെ പഠനകാര്യങ്ങളിൽ ഒരമ്മയെ പോലെ ജാഗ്രത. സ്റ്റുഡൻസ് ഇന്ത്യ.